നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂവിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്ത് അതിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു റാലിയിലാണ് ഗ്ലോബൽ മാർക്കറ്റ് ഉള്ളത്. നമ്മൾ യുദ്ധം വരുമോ എന്നുള്ള പേടിയിൽ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വിറ്റ് മാറിയപ്പോൾ FIS ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത ബയേഴ്സായി മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ 3 മാസം, ഈ മാസം ഉൾപ്പെടെ മന്ത്ലി അടിസ്ഥാനത്തിൽ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ സാധാരണ റീറ്റെയിലേഴ്സ് പല ദിവസങ്ങളിലും പാനിക് സെല്ലിംഗ് നടത്തിയപ്പോൾ FIS ബൈ ചെയ്ത് റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസിനെല്ലാം തന്നെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. US മാർക്കറ്റിലും അതാണ് അവസ്ഥ. US മാർക്കറ്റും അവിടുത്തെ നോൺ ഫാം പേറോൾ ഡേറ്റ പോസിറ്റീവായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ US മാർക്കറ്റും കനത്ത റാലിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും വളരെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഇനിയിപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവായ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. കാരണം ഈ ഒരാഴ്ചയാണ് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. ആ ഒരു ഡേറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിൽ വെക്കണം. മെയ് 7 ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് 11:30 PM ഇന്ത്യൻ സമയം വരും. അതായത് ബുധനാഴ്ച രാത്രി 11:30 PM US ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. അപ്പോൾ അതാണ് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത്. നെക്സ്റ്റ് ഡേ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ ഈ പ്രസ് കോൺഫറൻസും ഉണ്ട്. അപ്പോൾ ട്രംപ് ഈ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പുഷ് ചെയ്ത് അവസാനം ജെറോം പവലിനെ തെറിപ്പിക്കുമെന്നുള്ള രീതിയിൽ വരെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം GSW സ്റ്റീലിൻ്റെ ഒരു പ്ലാന്റ് ഇല്ലീഗലാണ് എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു പ്രസ്താവനയെ തുടർന്ന് GSW സ്റ്റീൽ ശക്തമായ രീതിയിൽ ഒരു ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. അതുവഴിയാണ് ഇന്ത്യൻ മാർക്കറ്റും വലിയ തോതിലുള്ളൊരു ഫോളിന് കാരണമായത്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കൊട്ടാക് ബാങ്കും SBI തുടങ്ങിയ ബാങ്ക്സിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നു. അത് റിയാക്ട് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കാണാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ആയ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു, അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇനി ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ മിക്സ്ഡായ ഒരവസ്ഥയാണ്. ചൈന മാർക്കറ്റൊക്കെ ഇന്നും അവധിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ശക്തമായ റാലി രേഖപ്പെടുത്തി. ഏകദേശം ഒരു 200 പോയിൻ്റ് അടുത്ത് റാലി രേഖപ്പെടുത്തിയിരുന്നു വെള്ളിയാഴ്ച ക്ലോസിന് ശേഷം. എന്നാൽ ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ഏകദേശം ഒരു 200 പോയിൻ്റ് ഫോളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നിഫ്റ്റി നമുക്ക് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു അപ്സൈഡാണ് അസഫ്നോ ഉള്ളത്. ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഗ്യാപ്പ് ഡൗണുകളൊന്നും തന്നെ ഇല്ലയെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. അത് ചെറിയൊരു പോയിന്റ് കുറഞ്ഞതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകളിലേക്ക് പോകാം. SBI 10% നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. എങ്കിലും സ്ട്രീറ്റ് എസ്റ്റിമേഷന് മുകളിലാണ് റിസൾട്ട് ഉള്ളത്. കൊട്ടാക് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 14% കുറഞ്ഞു. ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിച്ചു. അവന്യൂ സൂപ്പർ മാർക്കറ്റ് നെറ്റ് പ്രോഫിറ്റ് 2% കുറഞ്ഞു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് റിസൾട്ട് അല്ല, അവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, ഈ നോർത്തേൺ പ്ലാൻസ് എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 1.24% സ്റ്റേക്ക് AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 13% അപ്പായി. ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനിക്ക് 438 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ഷിൽപ മെഡിക്കെയർ കമ്പനി പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. മാരിക്കോ കമ്പനി 318 കോടി രൂപയിൽ നിന്ന് 343 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഏതർ ഇൻഡസ്ട്രീസ് 1 കോടി രൂപ നഷ്ടത്തിൽ നിന്ന് 50 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചു. സൺടെക് റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% അപ്പായി. കമ്പനി 150 റുപ്പീസ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഗ്രാവിത്യ ഇന്ത്യ കമ്പനി 68 CR നിന്ന് 95 CR പ്രോഫിറ്റ് ഉയർന്നു. ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓർഡർ കിട്ടിയത്. അത് വീണ്ടും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് എടുത്താം. താങ്ക് യു.